മഴ തോരും മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് അലീന ചേച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് എന്തായ അച്ഛൻ പോയ കാര്യം ശരിയായോ, അലീന ചേച്ചിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ബബിത ചോദിക്കുവാണ്. അച്ഛൻ പറയുന്നുണ്ട്, അപ്പോൾ അവളൊന്നും പറഞ്ഞില്ലേ, ഞാൻ അവളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുളത്തൂപ്പുഴേക്കാണ് അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ബബിത പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പതിയെ പതിയെ നമ്മളെ മറക്കുമല്ലേ എന്നും അലീന ചേച്ചി. അപ്പോൾ കൃഷ്ണജ പറയുന്നുണ്ട്, അതിനെ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്താണ് അലീന ചേച്ചിയോട് ചെയ്തിട്ടുള്ളത്, നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരും അലീന ചേച്ചിയോട് മുറിവേൽപ്പിച്ചിട്ട് മാത്രമേ ഉള്ളെന്നൊക്കെ പറയുവാണെന്ന്. ശേഷം അലീന വന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും കൃഷ്ണജമ്മോള് പറയുന്നുണ്ട്, അല്ല അലീന ചേച്ചി, ഞാൻ പറയുമായിരുന്നു അലീന ചേച്ചി ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഞങ്ങളെയൊക്കെ മറക്കുമെന്ന്, അതിനെ ഓർത്തിരിക്കാനായിട്ട് ഞങ്ങൾ വേദന മാത്രമേ തന്നിട്ടുള്ളെന്ന് പറയുവാണ്. അപ്പം അലീന പറയുന്നുണ്ട്, അലീന മുറിവേൽപ്പിച്ചതും വേദനിപ്പിച്ചതൊക്കെ ആർക്കെങ്കിലും മറക്കാൻ സാധിക്കുമോ ഈ ജന്മത്തെന്ന്, അത് ആ മുറിവായി തന്നെ മനസ്സിൽ കിടക്കും. പക്ഷേ അതിൽ മരുന്ന് പുരട്ടി അതിന് ഇത്തിരി സ്നേഹം തന്നു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന് മായ്ക്കാൻ പറ്റാത്ത ഒരു മുറിവും ഉണ്ടാവില്ല. അതിനുശേഷം അലീന മനുവേട്ടനെ വിളിക്കുന്നുണ്ട്, പുള്ളിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്കിളിനെ താൻ കണ്ടിരുന്നു, അങ്കിൾ വീട്ടിലുണ്ടോ, എങ്ങോട്ടാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് മനുവേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ പറഞ്ഞു കുളത്തൂപ്പുഴയ്ക്കാണ്, അവിടെ ഒരു സർവൻറ്റിൻ്റെ ജോലി തന്നെയാണ്, തൂപ്പുകാരിയുടെ ജോലി തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. താൻ ശരിക്കും ആലോചിച്ച് തന്നെയാണോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്, എനിക്ക് പോകാതിരുന്നോടെ. അത് ശരിയാവില്ല മനുവേട്ട, എത്ര നാളാണ് ഞാൻ പോയില്ലെങ്കിൽ വൈജ മാഡം ഇങ്ങോട്ട് വരത്തില്ല, അത് ഇനി നേരെ വല്ല വാടക വീട്ടിലേക്കും പോകും, പോകെ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യും, പിന്നെ അത് വേറൊരു മാരേജിലേക്ക് പോകും, അതുകൊണ്ട് ഞാൻ പോയേ മതിയാവുള്ളൂ. താൻ പോയി കഴിഞ്ഞാൽ അങ്കിളും വൈജാൻ്റെയോട് എല്ലാ കാര്യങ്ങളും പറയും, പിന്നെ എന്താവുമെന്നറിയില്ല, എന്തായാലും ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അതിന് ശേഷം മനുവിൻ്റെ അടുത്തേക്ക് വല്യച്ഛനും അച്ഛനും കൂടി വരുന്നുണ്ട്. മനു, നീ വിളിച്ചായിരുന്നോ ബാലനെ, അയാൾ വീട്ടിലുണ്ടോ? ഞാൻ വിളിച്ചിരുന്നു, അങ്കിൾ വീട്ടിലുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ സ്റ്റാൻലിയെ കണ്ട കാര്യം? സ്റ്റാൻലിയെ കണ്ടെന്ന് പറഞ്ഞു, അലീനയെ കുളത്തൂപ്പുഴയ്ക്ക് വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, അയാൾ 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. നമുക്കെന്നാൽ അവിടം വരെ ഒന്ന് പോകാം ശിവ, എന്താണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അറിയാം, വൈജ അറിയാതെ ഇത് എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെ അവർ പിറ്റേ ദിവസം അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. ബബിതക്കുട്ടി ക്ലാസ്സിൽ പോകാൻ നേരത്തെ ലഞ്ച് ബോക്സ് മറന്നു വെച്ചായിരുന്നേ, അത് അലീന ചേച്ചി കൊണ്ടുപോയി കൊടുക്കുമ്പോഴേക്കും അലീനയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അലീന ഭയങ്കര സന്തോഷവും സങ്കടവും ആയി, ഇവരെല്ലാവരും അവൾ ഒരു കാലത്ത് വേദനിപ്പിച്ചതല്ലേ, അത് കാരണം അവൾ തന്നെ ഉമ്മ കൊടുത്തപ്പോഴേക്കും അലീനൊക്കെ ഉണ്ടായൊരു സന്തോഷം ഭയങ്കര ഇതായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും മനസ്സിലായോ ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ല, എന്നാൽ മനസ്സിലാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. ബബിതക്കുട്ടി പോകുമ്പോഴേക്കും നമ്മുടെ മനുവേട്ടനും വല്യേട്ടനും ശിവനും ഒക്കെ കൂടി വരുന്നുണ്ട്, എല്ലാവരും കൂടി വരുന്നുണ്ട്. അപ്പോഴേക്കും ബബിതക്കുട്ടീനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അവർ പരസ്പരം പോകുന്നുണ്ട്. അതിന് ശേഷം അകത്തേക്ക് വരുവാണ്, അലീനയോട് സംസാരിക്കുന്നുണ്ട്, ബാലൻ എന്തേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് അകത്തേക്ക് പോരുവാണ്. അലീന ചായ എടുക്കാൻ പോകുന്നുണ്ട്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ ബാക്കി രാവിലെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് സീൻ ബൈ സീൻ എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമ്മൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ചെയ്യാമെന്നും കരുതിയിരിക്കുവാണ്. ഒത്തിരി ടൈം എടുത്ത് സംസാരിക്കണമല്ലോ എന്ന് കരുതി ഞാൻ ഷോർട്ടാക്കി സമ്മറി ഇട്ടതെന്നേ ഉള്ളൂ കേട്ടോ.